ഹലോ ഗൈസ്, സോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയല്ലോ. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു ഡെംഡോക്കിൻ്റെ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. എൻ്റെ ഒരു ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് എന്നോട് പർപ്പിളിലെ ചേച്ചി പറഞ്ഞു ഇതായിരിക്കും എനിക്ക് ബെറ്റർ എന്ന്. പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ കൊള്ളാം. പിന്നെ 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 2-3 ദിവസത്തിൽ കൊള്ളാം, നല്ലോണം ഹൈഡ്രേറ്റിംഗ് ആണ്. എൻ്റെ സ്കിന്നിന് കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ തന്നെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മറ്റേ യൂട്യൂബിലൊക്കെ കണ്ടാണ് ഇങ്ങനെ 2 വിരൽ വെച്ചിട്ട് എടുക്കണമെന്ന്, അങ്ങനെ എടുത്തതാണ്. പക്ഷേ കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്, കുറച്ചേറെ കൂടിപ്പോയി. പിന്നെ കാശ് കൊടുത്തുകൊണ്ട് മുതലാക്കുന്നുണ്ട്, ഞാൻ കഴുത്തിൽ സഹിതം തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫോർഹെഡിലൊരു കുറച്ച് പിമ്പിൾസ് ഉണ്ട്, മാറ്റണം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ്. ഞാൻ കുറേ റിസർച്ച് സ്റ്റഡിയൊക്കെ ചെയ്തിട്ടാണ് ആ ലിപ് ബാം എടുത്തത്. കാരണം SPF ഉള്ള ഒരു ലിപ് ബാമാണ്. ഞാൻ ടിൻറ്റഡ് ആണ് മേടിച്ചത്. പിന്നെ യൂസ് ചെയ്തത് വെച്ചിട്ട് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, നല്ല ലിപ് ബാമാണ്. ഇപ്പം ഉപയോഗിക്കുന്ന കുറച്ച് ദിവസമായിട്ട് അത് നല്ലൊരു പെർഫോമൻസ് തരുന്നുണ്ട്. പിന്നെ ഒരു മാസം ആകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് നല്ലൊരു റിവ്യൂ തരുന്നതായിരിക്കും അതിനെക്കുറിച്ച്. ഇപ്പം എന്തായാലും ഇത് ഗുഡാണ്. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നില്ല, ഇതാണ് യൂസ് ചെയ്യുന്നത്. അത്രയൊക്കെ മതി അല്ലേ? അത്രയൊക്കെ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഐബ്രോസ് വളരെ കുറവായതുകൊണ്ട് ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര പ്രൊഫഷണലായിട്ടൊന്നും ഐബ്രോസ് ഫില്ല് ചെയ്യാൻ അറിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാണ്. ഇടയ്ക്കൊക്കെ ഫില്ല് ചെയ്യുമ്പം ഫ്രണ്ട് ഹോസ്റ്റലുള്ളപ്പോൾ പറയാറുണ്ട് ദിഗംബരനെ പോലെ ഉണ്ടെന്ന്. പിന്നെ തുറച്ച് കളയും. ഇന്നെന്തായാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ത്രെഡൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി. ഈ ത്രെഡ് ചെയ്യാൻ പോകണം. ഇനിയാണ് മുടി അഴിച്ചിടൽ പരിപാടി. മുടി അഴിച്ചിട്ടു. പണ്ട് ഒത്തിരി മുടിയുള്ളായിരുന്ന കുട്ടിയായിരുന്നു. ഇപ്പോൾ മുടിയെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ മുടിയൊന്നുമില്ല. എന്ത് ചെയ്യാനാ, ഇപ്പോൾ എല്ലാം ഫിക്സായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഒന്ന് മറന്നു വന്ന് നോക്കിയപ്പോഴാണ് പൊട്ട് എനിക്ക് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ പൊട്ടിടും. എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ ഞാൻ ചിലതിനൊക്കെ മാച്ചിങ് അല്ലെങ്കിൽ പോലും ഞാനത് ഇടാറുണ്ട്. പൊട്ടിട്ടപ്പോൾ ഒരു ഐശ്വര്യം വന്നില്ലേ? ഇല്ലേ. ഇനി കുറച്ച് ഷോ ആയിരിക്കാം. എല്ലാം സെറ്റായോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ഓക്കെയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രസ്സ് മാറാം. അപ്പോൾ അതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ ടീഷർട്ട് ഇതെൻ്റെ അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. പക്ഷേ എല്ലാവരും വിചാരം അതെൻ്റെയാണെന്നാണ്. അതിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചാണ്. കൊള്ളാം അല്ലേ? എനിക്ക് ചേരുന്നുണ്ട്. അവർ ചെയ്യുന്നേക്കാൾ എനിക്കാണ് ചേരുന്നത്. പിന്നെ ഞാൻ മുടി കെട്ടാൻ കുറച്ചേറെ നടക്കണം. അത് എൻ്റെ മുടി ഒരു രീതിയിലും അടങ്ങിയിരിക്കത്തില്ല, ഫ്രീ ഹെയറിലേ കിടക്കത്തുള്ളൂ. പിന്നെ ഈ പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് ചൂടെടുക്കുന്നത് കൊണ്ട് ഞാനത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ കെട്ടി വെക്കുകയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, കൊള്ളാം. അപ്പോൾ എല്ലാം ഞാൻ സെറ്റായി. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബായ്.